ഹായ്, എൻ്റെ പേര് അനു രാജേഷ്. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരു സൈലം റിപ്പീറ്റേഴ്സ് ആണ്. അപ്പം ഞാൻ നീറ്റിൽ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ എനിക്ക് വേണമെങ്കിൽ അടുത്ത് കോട്ടയത്ത് സെൻറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഞാൻ കോഴിക്കോട് ചൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വരിക. അതിനുപരി എനിക്ക് നല്ല വിശ്വാസമാണ് ഇവരിൽ എങ്ങനെ ഉണ്ടാവും എനിക്കൊരു നല്ല ബോധ്യമുണ്ട്. ഞാനൊരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇനി എല്ലാം ഞാൻ ഫെയ്ത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും ഇനി എനിക്കറിയില്ല. പക്ഷെ ഇവരുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ ആ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും ഔട്ട്പുട്ട് എന്നുള്ള നല്ലൊരു ക്ലാരിറ്റി എനിക്കുണ്ട്. അത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെങ്കിലും നമ്മളൊക്കെ വീട്ടുകാർ എങ്ങനെ നമ്മളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുക, അതുപോലെ സൈലം ഒരു നല്ലൊരു എന്താ പറയുക നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത്. അതിനുപരി അവർ തരുന്ന നന്നായിട്ട് അവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുപരി ഏറ്റവും പറയേണ്ട ഹോസ്റ്റല്, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഹോസ്റ്റൽ പറഞ്ഞാൽ ഫുഡ് കൊള്ളില്ല, മെന്റർ സീൻ ആയിരിക്കും, വാർഡന് പേടിച്ചിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാർഡനും, അതുപോലെ തന്നെ ഞങ്ങളുടെ മെന്ററിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ആള് ഞങ്ങളുടെ ഒപ്പമാണ്, ഞങ്ങളുടെ കൂടെ നിന്നാൽ പോലും മെന്ററിനെ കാണാൻ പോലും കഴിയില്ല. പക്ഷേ ഉണ്ടല്ലോ, ആള് അക്കാഡമിക്സിൽ തരുന്ന ഒരു സപ്പോർട്ട് നമുക്ക് വേണ്ടി ഏത് ഫാക്കൽറ്റീസിന് വേണ്ടി ഏത് രാത്രി വേണേലും വിളിക്കാൻ തയ്യാറാണ്. നമുക്ക് അതുപോലെ ഒരു സപ്പോർട്ട് തരും. വാർഡന്റെ കാര്യം നമുക്ക് നമ്മുടെ അമ്മ ഇല്ലാത്തൊരു ഫീല് നമുക്ക് തരില്ല. ആ ഒരു രീതിയിലാണ് നമ്മളെ വാർഡൻ കെയർ ചെയ്യുന്നത്. എല്ലാ കാര്യവും കൃത്യമായിട്ട് നമ്മളെ വന്ന് എണീപ്പിക്കുന്ന കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും നമുക്ക് എണീക്കാൻ തോന്നിപ്പോകുന്നു. അങ്ങനെ ഒരു രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരും തരുന്നത്. അവിടെ ഇനിയിപ്പോൾ സൈലത്തിന്റെ ക്യാമ്പസിലെ കാര്യമാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് നോക്കണം. നമ്മൾ വിചാരിക്കുന്ന ഒരു ക്യാമ്പസ് എങ്ങനെയാ, നമ്മൾ ജയിലിൽ പോകുന്ന പോലെ ഇങ്ങനെ പോകുന്ന പോലെ അല്ല, ആ ഒരു രീതിയിലായിരിക്കും. പക്ഷെ ഇതങ്ങനെ ഒന്നുമല്ല. ക്യാമ്പസിലെ ഫീലിംഗ് എന്ന് പറയുന്നത് വേറൊരു ഫീൽ തന്നെയാണ്. നമ്മൾ പറയുന്ന പോലെ എപ്പോഴും മെന്റേഴ്സ് വന്ന് ഓരോ പീരീഡിന് ശേഷം നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ക്ഷീണമുണ്ടോ, അവർക്ക് ആർക്കെങ്കിലും സിക്ക് റൂം പോകണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു രീതിയിലാണ്. ഇനി വരുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിൽ അത് പറയാതിരിക്കാൻ കഴിയില്ല. അവര് എപ്പോഴും ബെസ്റ്റ് തന്നെ തരണം. എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാൻ റെഡിയാണ്. അവര് ഓരോരുത്തരെയും ഇൻഡിവിജ്വലി നന്നായിട്ട് കെയർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ച് ഫണ്ടമെന്റലിൽ പോലും ഏറ്റവും ഡീപ്പ് ആയിട്ടുള്ള പോർഷനിൽ മുതൽ എടുത്ത് നല്ല ഫെയർ ആയിട്ട് അവർക്കെല്ലാം എടുത്തു കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ വേറൊരു കാര്യം. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് എല്ലാവരും വരുന്നത്. ഓരോന്നിന്റെ ഫണ്ടമെന്റൽ ആണെങ്കിലും ഇനി ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിലും ശരി, നമുക്ക് ഒരു ദിവസം അത് കണ്ടിട്ട് വന്ന് നമ്മളായിട്ട് നമ്മുടെ രീതിയിൽ പഠിച്ച് പിന്നെ നല്ല എക്സ്പേർട്ട് ആയിട്ടൊരു ഫാക്കൽറ്റീസിന്റെ ക്ലാസ് കൂടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു സിസ്റ്റമാണ്. ആ ഒരു സിസ്റ്റത്തിൽ ആദ്യം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ പോയി എക്സാം എഴുതുമ്പോഴാണ് നമ്മുടെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം വളരെ അടിപൊളിയാണ്. ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം.